السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. മാരിബാവാനായി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒത്തുകൂടലും നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവിൻ്റെ നിയമമാണ്. മനുഷ്യൻ ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സംവിധാനമാണ് ഇസ്ലാം. അതിനിവിടെ പ്രവർത്തിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ നമുക്ക് പഠിപ്പിച്ചതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആ തന്മയത്വം, ആ തനതായ രൂപം കാണിക്കുന്നത് ഇവിടെ പഠിപ്പിക്കുന്നത് സമസ്തയാണ്. ഈ കാര്യത്തിൽ ആർക്കും സംശയമില്ല. പ്രത്യേകിച്ച് ഓമശക്കാരിക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഞാനൊക്കെ ബന്ധപ്പെട്ട ഒരു നാടാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ സമസ്തക്കാരാണ്. സമസ്ത അതിൻ്റെ ആശയം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ജിഹാദ് ചെയ്തവരാണ്. എന്നാൽ കാലഘട്ടത്തിൻ്റെ ഒഴുക്കിൽ പലതും നടക്കുന്നത് പോലെ തന്നെ ആ ആർജവം, സുന്നത്ത് ജമാഅത്തിനുള്ള ആർജവത്തിന് ചില തേയ്മാനങ്ങളൊക്കെ സംഭവിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത്? പലതുമായി കൂട്ടിച്ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ്. അതാണ് ഖുർആൻ പറഞ്ഞ് ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. നമ്മൾ കൂട്ടുകൂടുന്നത് നല്ലവരെ കൂടെ ആയിരിക്കണം. നല്ലവരല്ലാത്തവരുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ ആ സ്വഭാവം പകരുകയും നമ്മുടെ ആ വിശ്വാസത്തിൽ തന്നെ കലർപ്പുണ്ടാവുകയും അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിമകളായിത്തീരും. എന്തും നടക്കാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. ഇവിടെ അടിപിടികളൊക്കെ ഉണ്ടായ സ്ഥലം നമുക്കറിയാം. പല സംഗതി ഉണ്ടായപ്പോഴൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും സമസ്തയുടെയും ആദർശം സംരക്ഷിക്കാൻ വേണ്ടി ജിഹാദ് ചെയ്തവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഇന്ന് മാറി എന്ന് പറഞ്ഞാൽ പലതുമായി നമ്മൾ കൂടിച്ചേർന്നപ്പം അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായപ്പം എന്താ പോലും തിരക്കട് എന്നൊക്കെ ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പുറമെയുള്ള സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇതൊന്നും വേണം ഖിയാമം വരെ നിലനിൽക്കണം നമ്മുടെ ആ പഴയ ആദർശം തന്നെ. ആരുമായി കൂടാൻ പറ്റിയതല്ല. പരിശുദ്ധ അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദക്ക് കോട്ടം വരുന്ന ഒരു ഭാഗത്തേക്കും നമ്മൾ ആരുമായി കൂടാൻ പാടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെതായ താല്പര്യങ്ങളുണ്ടാവും. അവർക്ക് തൽക്കാലം തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടണം, ആരായാലും വേണ്ടില്ല എന്നുള്ളതാണ്. അത് രാഷ്ട്രീയക്കാർ കളിച്ചോട്ടെ. പക്ഷേ നമ്മൾ രാഷ്ട്രീയക്കാരെ പോലെ നമ്മൾ തരം താഴ്ന്നു പറഞ്ഞാൽ പിന്നെ അവരുടെ ആദർശം പോലെ അല്ല നമ്മുടെ ആദർശം. നമ്മൾ പരലോക ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ്. മരിച്ചു പോയാൽ നമ്മൾക്ക് ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രതിഫലം കിട്ടുന്നതെന്നും ബോധമുള്ളവരാണ്. അത് മറന്നു പോവുകയാണ് നമ്മൾ. എന്തുമാവാമെന്ന അവസ്ഥയിലേക്ക്. മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ച ആ റൂട്ടിൽ കൂടെ തന്നെ പോകണം, എങ്കിലേ രക്ഷ ഉണ്ടാവുകയുള്ളൂ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഈ കാര്യം തന്നെയാണ് പണ്ടേ നമ്മൾ പറയുന്നത്, ഇപ്പോഴും അതന്നെ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തിരഞ്ഞെടുപ്പ് വരും, അല്ലാത്തത് വരും, പലതും വരും. പറച്ചിൽ നമ്മൾ മാറ്റില്ല. പക്ഷേ ഓരോ കാലത്തിനനുസരിച്ച് പറയുമ്പം ഓരോ സമയം വരുമ്പോൾ ആ സമയത്തിൽ നമ്മൾക്ക് പല ആരോപണങ്ങൾ വരികയാണ്. ഇതുദ്ദേശിച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നു. ഇത് മാറ്റണം നമ്മൾ. നമ്മൾക്ക് എപ്പോഴും പറയാനുള്ളത്, സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഒരേ പറച്ചിലാ. പണ്ട് കണ്ണിയത്തും ശംസുൽ ഉലമയൊക്കെ നമ്മൾ പഠിപ്പിച്ച ആ പാഠം തന്നെയാണ് പറയാനുള്ളത്. അതിലൊരു മാറ്റവുമില്ല. നമ്മൾ എവിടെ നിൽക്കണം? നമ്മുടെ വിശ്വാസത്തിന് കോട്ടം വരുന്ന അല്ലെങ്കിൽ സമസ്തയുടെ ആദർശങ്ങൾക്ക് എതിരായിക്കൊണ്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ അവർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനം കൂട്ടുനിന്നുകൂടാ. അത് അപകടമാണ്. നമ്മളെ പ്രവൃത്തി കാരണമായിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കാരണമായിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിക വിരുദ്ധം അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ കക്ഷികളുടെ വളർച്ച ഉണ്ടാകുന്നതിന് ഉത്തരവാദികൾ നമ്മളായിരിക്കും. വരാൻ പാടില്ല. അതിനെ ചെറുക്കണം. ബഹുമാനപ്പെട്ട സമസ്ത 1926 ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഭരണഘടന ആദ്യമായി പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തത്. അതിന് ലക്ഷ്യതാണ്. അതിവിടെ നിലനിർത്തണം. അതിനെതിരെ വന്ന കക്ഷികൾ വന്നപ്പോഴാണ് സമസ്ത ഉണ്ടായത്. വഹാബികൾ വന്നപ്പോഴാണ്, KM മൗലവിയുടെ നേതൃത്വത്തിലുള്ള വഹാബികൾ വന്നപ്പോഴാണ് സമസ്ത ഉണ്ടാക്കേണ്ടി വന്നത്. അത് 1500 വർഷങ്ങളോളം
മുസ്ലിം കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ അനുഭവിച്ചു പോന്ന, അവർ വിശ്വസിച്ച് പോന്ന, ആചരിച്ചു പോന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ കുറേ കാര്യങ്ങൾ അവർ പുറത്തു വിടാൻ തുടങ്ങിയപ്പോഴാണ് സമസ്ത ഉണ്ടാക്കേണ്ടി വന്നതെന്ന് നമ്മൾ ബോധം നമുക്ക് വേണം. അതിനെ പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ആ വഹാബികൾ അവിടെ വളർത്താൻ സമ്മതിക്കരുത്. 1942-ലുണ്ടായ ജമാഅത്തെ ഇസ്ലാമിനെയും വളർത്താൻ സമ്മതിക്കരുത്. ഇതൊക്കെ ഇവിടെ നിലം തുടരാൻ നിർത്തിയത് സമസ്തയാണ്. ആ അവസ്ഥക്ക് മാറ്റം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സമസ്തയിൽ നമുക്ക് വിശ്വാസം കുറയുകയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അക്കീദ് നമ്മൾ വൈമാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദുനിയാവോ ആഖിറോ നമുക്ക് വേണ്ടതെന്നാണ്. ദുനിയാവോ ആഖിറോ വേണ്ടത്, ആഖിറം കിട്ടണമെങ്കിൽ ഇത് വേണം. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാനാ. നമ്മൾ ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അവിടുത്തെ മോശമാണ് നമ്മുടെ മോശം, ഇവിടുത്തെ താൽക്കാലികമായ സൗകര്യങ്ങളല്ല. അതാണ് ഈമാൻ. ഈമാൻ വേണം. ആ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും സമസ്തയുടെ ആദർശത്തിൻ്റെ പിന്നിൽ അണിനിരക്കണം. മറുഭാഗത്ത് എന്ത് നടന്നാലും ശരി, ദുനിയാവിൻ്റെ കോലാഹലങ്ങളൊക്കെ പലതും നടന്നാലും അവിടെ അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മൾ ഇത് കൈവിടാതെ, ദുനിയാവ് നമുക്ക് വേണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ദുനിയാവിലും ഹസനത്താണ് വേണ്ടത്. ദുനിയാവിൽ നമുക്ക് നല്ലതേ പറ്റുള്ളൂ, ചീത്ത പറ്റുള്ളൂ. ദുനിയാവിൽ പലതുമല്ലേ, പറ്റും പറ്റാത്തതൊക്കെ അല്ലേ. പറ്റാത്തതൊക്കെ മാറ്റി നിർത്താൻ തന്നെ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതം, അതാണ് ഇസ്ലാമിൻ്റെ നിയമം. പറ്റാത്തതുണ്ടോ അതൊക്കെ മാറ്റി നിർത്തണം. തൽക്കാലം അഡ്ജസ്റ്റ്മെൻറ്റ് അതിനോട് പാടില്ല. നമ്മളിപ്പോൾ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞു. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കണവൻ്റെ കൂടെ കൂട്ടിയിട്ട് കള്ളു കുടിക്കാൻ ഹലാലാവുമോ എന്നതുപോലെ, അല്ലെങ്കിൽ ഒരു കള്ളു കുടിയാനെ പ്രോത്സാഹിപ്പിച്ചാൽ നമുക്ക് പറ്റില്ലല്ലോ, നമ്മളവനെ നിരുത്സാഹപ്പെടുത്തണം. എന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിനെ സമസ്ത എതിർത്തതാണ്. എന്തുകൊണ്ടാണ് എതിർത്തത്? നമ്മളെപ്പോലെ മനുഷ്യന്മാർ തന്നെ അവരുടെ ആദർശം ശരിയല്ല. അവരിവിടെ വളർന്നാൽ ഇവിടെ ഫിത്ന ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പലതരം മാറ്റിയില്ലേ. ബൈത്തുൽ സക്കാത്ത് എന്ന് പറയുന്നൊരു സംഘടന അവർക്കുണ്ട്, അവരുടെ പ്രവർത്തനം ബൈത്തുൽ സക്കാത്ത്. ഇസ്ലാമിൻ കാര്യം 5-ൽപ്പെട്ട ഒരു കാര്യമാണല്ലോ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. ആ സക്കാത്ത് എങ്ങനെ കൊടുക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്? ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിന വൽ ആമിന അലൈഹ എന്ന് പറഞ്ഞ ഒരു ആയത്തുണ്ട്. അവിടെ 8 അവകാശികൾ, സക്കാത്തിൻ്റെ അവകാശികൾ 8 കൂട്ടരാണ്. അത് ജനങ്ങളിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും തീർക്കാൻ വേണ്ടി സംവിധാനിച്ച ഒരു സംവിധാനമാണ്. സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടവരിൽ നിന്ന് അത് വാങ്ങിയിട്ട് അത് കൊടുക്കേണ്ടത് 8 കൂട്ടർക്കാണ്. ബൈത്തുൽ സക്കാത്ത് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിൻ്റെ സക്കാത്ത് എവിടെ പോണത്? അവർ ആശുപത്രി നടത്തും, അവർ മീഡിയ വണ്ണ് നടത്തും, അവർ മാധ്യമം പത്രം നടത്തും, അവരെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തും. ഇതൊക്കെ ഇതിലാണ്. സക്കാത്തിൻ്റെ അവകാശികൾ പാരൊക്കെ കൂടി 8ൻ്റെ പുറമെ ഒരു 10 അവരും കൂട്ടി. ഇതാണ് ഇപ്പം വ്യത്യാസം. അപ്പം ഇസ്ലാമിലെ കളിയല്ലത്. പാടുണ്ടോ? ഹറാമല്ലേ? പാർട്ടി പ്രവർത്തനം നടത്താനുള്ളതാണോ? ഇപ്പം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടവർ. രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രവർത്തനത്തിൻ്റെയും ഫണ്ട് ബൈത്തുൽ സക്കാത്താണ്. അത്രേ ഫക്കീറന്മാരാണ്, മിസ്കീന്മാരാണ്, ഒരു മുഅല്ലഫത്ത് ഖുലൂബ് വിശ്വാസികളാണ്, പൊതുവിശ്വാസികളാണ്. ഇങ്ങനെ തുടങ്ങി ഖുർആൻ എണ്ണിയ അതിലൊന്നും പെടാത്ത, ഒരിക്കലും അനുവദനീയമല്ലാത്ത വിഷയത്തിലാണ് ഇത് ചെലവായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ അവരെല്ലാ പ്രവൃത്തികളും നോക്കിയാൽ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, വഹാബി ആദർശങ്ങളാണ് അവരുടെ ആദർശം. വഹാബികളാണ് ജമാഅത്തിലേക്ക് ചാക്കേറിയവർ. അതുകൊണ്ട് തന്നെ അവരുടെ ആദർശം ഒന്ന് തന്നെയാണ്. എന്നാലും ഇന്ന് മുജാഹിദീങ്ങളടക്കം ജമാഅത്ത് ഇസ്ലാമിനെ എതിർക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകര സംഘടനയാണെന്നും ഈ ജനാധിപത്യ വ്യവസ്ഥയോട് യോജിക്കാത്ത, മതേതര സ്വഭാവത്തോട് യോജിക്കാത്ത ഒരു സംഘടനയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അതിന് നമ്മൾ കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. അതിൽ കൂടെ അവർ വളരും. ഇന്ന് അവരെവിടെയില്ല. ഇല്ലാത്ത ഈ സാധനത്തിനെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുക്കളയിലൊക്കെ അവർ എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ സഖാവോ കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ ഒക്കെ ആവുകയാണ്. നമുക്ക് ഭയമില്ല, നമുക്കതൊന്നും പേടിയില്ല. നമ്മളൊന്നും പറയുന്നത് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായ 42 മുതൽ തന്നെ അത് പറയുന്നുണ്ട്. അതിപ്പോഴും പറയുന്നെന്ന് മാത്രം, ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ടൊന്നും പറച്ചിലല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ കൂട്ടുകൂടേണ്ടത് കൂനു മഅ സ്വാദിഖീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതോടുകൂടെ നല്ല ആൾക്കാരോട് കൂടെ കൂടാൻ പാടുള്ളൂ. സാദിഖീങ്ങൾ, സത്യവാന്മാരോട് കൂടെ കൂടാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ തത്വം. സമയം കൂടുതലില്ലാത്തത് കൊണ്ട് ഞാൻ ദീർഘിച്ചൊന്നും പറയുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. തെരഞ്ഞെടുപ്പ് നാളെ മറ്റന്നാൾ കഴിയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ദീൻ ഇവിടെ നിൽക്കണം. നമുക്ക് മരിച്ചു പോകണം, ആഖിറത്തിൽ ചെല്ലണം, ഹിസാബിന് ഹാജരാവണം, ഒക്കെ നമുക്ക് വേണം. ആ ഒരു ബോധം നമ്മൾ കൈവിട്ട് പോവരുത്. ഈ തിരക്കുകളൊക്കെ താൽക്കാലികമാണ്. ഈ തിരക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെന്താക്കരുത്? നമ്മുടെ മതത്തിനെ ചായ്ച്ചു കൊടുക്കരുത്, ചരിച്ചു കൊടുക്കരുത് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ.
നമ്മുടെ 100-ാം വാർഷികം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ 100-ാം വാർഷികം വമ്പിച്ച വിജയമാക്കണം. എല്ലാവരും ആ സമ്മേളനത്തിലേക്ക് എത്തണം എന്ന് ക്ഷണിക്കുകയാണ്. അതേ പ്രകാരം തന്നെ അതിൻ്റെ ഒരു സമസ്തയ്ക്ക് ഈ 100-ാം വാർഷികത്തോടു കൂടെ ഒരു വലിയ പദ്ധതികളുണ്ട് രാജ്യത്ത് നടപ്പാക്കേണ്ടതെന്ന്. പലതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ സ്വഭാവങ്ങൾ വളരെ കുറവാണ്. സമസ്ത സുന്നത്ത് ജമാഅത്ത് നിസ്കരിക്കാൻ അറിയില്ല, അങ്ങനെ ഫാത്തിഹ അറിയില്ല, ഖുർആൻ എന്താണെന്ന് അറിയില്ല എന്നൊക്കെയുള്ളൊരു അവസ്ഥ ഉണ്ട്. അതൊക്കെ പഠിപ്പിക്കാൻ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ അത് പഠിപ്പിക്കാൻ സുന്നത്ത് ജമാഅത്തും ദീനും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം, അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസം, ഉന്നതമായ വിദ്യാഭ്യാസങ്ങൾ കൈവരിക്കാനുള്ള സംവിധാനങ്ങൾ ആതുര സേവന മേഖലകളിൽ, സാമൂഹിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു 15 പദ്ധതികൾ അതിൻ്റെ മുമ്പിൽ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പദ്ധതികൾക്ക് കോടികൾ വേണം. അതിനു വേണ്ടിയുള്ള ഒരു ഫണ്ട് തഹിയ എന്ന് പറയുന്ന ഒരു ആപ്പിൽ കൂടെ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കഴിയുന്നത് അതൊരു വലിയ സദക്കയാണ്. ലക്കാത്തല്ല, ലക്കാത്ത് നമ്മൾ ചോദിക്കുന്നില്ല. ലക്കാത്ത് അതിൻ്റെ അവകാശികൾ കൊടുത്താൽ മതി. ഇത് പിന്നെ കോളേജ് ഉണ്ടാക്കാൻ, അതുപോലെ ആശുപത്രി ഉണ്ടാക്കാൻ, ഇങ്ങനെ തുടങ്ങിയ പല സംഗതികളാണ്. അപ്പോൾ അതിന് നിങ്ങളൊക്കെ അതിൽ ചെയ്യണം എന്നും ആ ഫണ്ടും വിജയിപ്പിക്കണം, സമ്മേളനവും വിജയിപ്പിക്കണം. നിങ്ങളുടെയൊക്കെ വർത്തമാനവും ശബ്ദവും ഇനി അടുത്ത ഫെബ്രുവരി 4, 5, 6, 7, 8 തീയതികളിലേക്കായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. അതിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ശ്രദ്ധയായിരിക്കണം. നമ്മൾ അങ്ങാടിയിലെ വർത്താനം അതായിരിക്കണം. എവിടെ കൂടിയാലും നമ്മൾ സംസാരിക്കേണ്ടത് ഈ സമ്മേളനമായിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളത്. എല്ലാവരും നമ്മളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ദീൻ കൈവിടാതെ, അഖീദ കൈവിടാതെ, നമ്മളെ മഹാന്മാർ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മുതൽ പഠിപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസം, ആ പ്രവൃത്തിയും ആ ആചാരങ്ങളൊക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടാൻ സമസ്ത അനിവാര്യമാണ്. അതല്ലാത്ത മറ്റൊന്നും നമുക്കിവിടെ കാണാനില്ല. എല്ലാം ഇവിടെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. വഹാബികളാണെങ്കിൽ നമ്മളെ കൂട്ടുപ്രാർത്ഥനകൾ, അതുപോലെ നമ്മളിങ്ങനെ കൂടുന്നത്, അങ്ങനെ പറയുന്ന സംഗതികളൊക്കെ തന്നെ എതിർക്കുന്നവരാണ്. അങ്ങനെയുള്ള വിശദമായിട്ട് ഒരുപാട് സംഗതികൾ നമ്മൾ പഠിച്ചതാണല്ലോ, വഹാബികളുടെ പ്രവർത്തനം, മൗദൂദികളുടെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്നൊന്നും നമ്മളെ കുട്ടികളൊന്നും അകപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടി സമസ്ത നിലനിൽക്കണം. നമ്മുടെ പള്ളി മദ്രസകളൊക്കെ ആ ഒരു നിലപാടിൽ തന്നെ നിലനിൽക്കണം. ഉലമാക്കന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തിരഞ്ഞെടുക്കപ്പെട്ട ആ പണ്ഡിതന്മാർ നമുക്കെന്നും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നേതൃത്വം നൽകുന്നുണ്ട്. അവർ നമ്മുടെ തീരുമാനങ്ങൾ പല വിഷയങ്ങളിൽ അറിയിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ യാതൊരു ആശങ്കയും കൂടാതെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഈ മേഖലയിലൊക്കെ പ്രവർത്തിച്ച് നമ്മോട് കൂടെ ഇല്ല. അർഹമുറാഹിമായ തമ്പുരാൻ അവരൊക്കെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.